ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൻ്റെ കിഴക്കൻ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ മനോഹരമായ കായൽ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 5 മണി വരെ നീളുന്ന ഈ യാത്രയിൽ ആലപ്പുഴയുടെ മനോഹരമായ കായൽ കാഴ്ചകൾ, ഗ്രാമീണ ജീവിതം, പച്ചപ്പാർന്ന പ്രകൃതി, പ്രശസ്തമായ പാതിരാമണൽ ദ്വീപ് എന്നിവ കാണാൻ സാധിക്കും. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ബോട്ടിന് ഒരാൾക്ക് 800 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. AC സൗകര്യത്തോടു കൂടിയ ഈ ബോട്ടിൽ ടോയ്ലറ്റ് സൗകര്യവും ലഭ്യമാണ്. ഏകദേശം 100 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ഈ ബോട്ടിൽ 5 സ്റ്റാഫ് അംഗങ്ങൾ യാത്രക്കാരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നു. ഇപ്പോൾ നാം വീഡിയോയിൽ കാണുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ആലപ്പുഴയുടെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഈ സ്ഥലം സഞ്ചാരികൾക്ക് ഏറെ ആകർഷകമാണ്. ആലപ്പുഴ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കായൽ യാത്രയുടെ യഥാർത്ഥ അനുഭവം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ മുഴുവൻ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരം യാത്രാ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ മനോഹരമായ കായൽ യാത്ര ആരംഭിക്കാം. കുറച്ചു സമയം യാത്ര ചെയ്ത ശേഷം യാത്രക്കാർക്ക് വിശ്രമിക്കാനും ചായ കുടിക്കാനുമായി ബോട്ട് ഒരു സ്ഥലത്ത് നിർത്തുന്നു. ഇപ്പോൾ നമുക്ക് ആ ചായയുടെ വേളയുടെ കാഴ്ചകളിലേക്ക് പോകാം. ബോട്ട് ഇറങ്ങി കുറച്ച് നടക്കാനുള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു ചായക്കട കാണാം. സമൂസ, ബോണ്ട, പഴംപൊരി, ഇലയട, നല്ല ചൂട് ചായ. കരിക്ക് കുടിക്കുന്നവർക്ക് വേണമെങ്കിൽ കരിക്ക് കുടിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങളും അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റോളം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ചായ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലേക്ക് കയറി. അപ്പർ ഡെക്കിലെത്തുമ്പോൾ തന്നെ കാഴ്ചയുടെ ഭംഗി പൂർണ്ണമായി മാറുന്നു. താഴെ ഡെക്കിലിരുന്ന് കാണുന്നതിനേക്കാൾ വളരെ വിശാലമായൊരു പനോരമിക് വ്യൂ ഇവിടെ നിന്ന് ലഭിക്കുന്നു. ആലപ്പുഴയുടെ ബാക്ക് വാട്ടറുകൾ നീണ്ടു പരന്നു കിടക്കുന്ന മനോഹരമായ ജലപാതങ്ങളായി കണ്ണിൽപ്പെടുന്നു. ഈ യാത്രയുടെ ഏറ്റവും ആസ്വാദകരമായ ഭാഗങ്ങളിലൊന്നാണ് അപ്പർ ഡെക്ക്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും വളരെ നല്ല കാഴ്ചകളാണ് ലഭിക്കുന്നത്. ഓരോ ദിശയിലും പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നതായി തോന്നും. അപ്പർ ഡെക്കിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ അടുത്തായി ഹൗസ് ബോട്ടുകൾ കാണാൻ സാധിക്കുന്നു. ആലപ്പുഴയുടെ ബാക്ക് വാട്ടറുകളുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഈ ഹൗസ് ബോട്ടുകൾ. താമസത്തിനും ടൂറിസത്തിനുമായി ഉപയോഗിക്കുന്ന ഈ ഹൗസ് ബോട്ടുകൾ പൂർണ്ണമായും ഒരു ചെറിയ വീട് പോലെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബോട്ട് ഇവയുടെ വളരെ അടുത്തൂടെ കടന്നു പോവുകയാണ്. അവയുടെ സ്ലോ മൂവ്മെൻറ്റ്സും കായലിൻ്റെ ശാന്തതയും ചേർന്നപ്പോൾ കാഴ്ച കൂടുതൽ മനോഹരമാക്കുന്നു. ചില ഹൗസ് ബോട്ടുകളിൽ യാത്രക്കാർ കാഴ്ച ആസ്വദിച്ച് ഫോട്ടോ എടുക്കുന്നതും കാണാം. ഇത്തരം ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയുടെ ടൂറിസത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ബാക്ക് വാട്ടറുകളുടെ യഥാർത്ഥ സൗന്ദര്യം അനുഭവിക്കാൻ ഇവ വളരെ മികച്ച മാർഗമാണ്. ഇപ്പോൾ നമുക്ക് ഈ മനോഹരമായ ഹൗസ് ബോട്ട് കാഴ്ചകൾ ആസ്വദിക്കാം. ഇരുവശങ്ങളിലും നിരന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, പച്ചപ്പാർന്ന ഗ്രാമങ്ങൾ, വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ആകാശത്തിൻ്റെ പ്രതിബിംബം, ഓൾ ടുഗെദർ മേക്ക് ദ ജേർണി വെരി പീസ്ഫുൾ ആൻഡ് റിഫ്രഷിംഗ്. അപ്പർ ഡെക്കിലെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞാൻ വീണ്ടും താഴത്തെ ഡെക്കിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ബോട്ടിൻ്റെ ക്യാപ്റ്റൻ ഭാഗത്തേക്ക് പോകാൻ ഞാൻ അനുവാദം ചോദിച്ചു. സാധാരണയായി യാത്രക്കാർക്ക് പ്രവേശനം കുറവായ ഈ ഭാഗം ബോട്ട് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് അടുത്തറിയാൻ ഒരു നല്ല അവസരമായിരുന്നു.
ക്യാപ്റ്റൻ സ്പോട്ട് സന്ദർശിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരുന്നതിനിടെ ഞങ്ങളൊരു ചെറിയ ഐസ്ക്രീം ബ്രേക്ക് എടുത്തു. കായലിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് തണുത്ത കാറ്റിനൊപ്പം ഐസ്ക്രീം കഴിക്കുന്നത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. നീണ്ട യാത്രയ്ക്കിടയിൽ ഇത് ഒരു ചെറിയ സന്തോഷകരമായ ഇടവേളയായി തോന്നി. ബോട്ടിൻ്റെ അകത്തും പുറത്തും മനോഹരമായ കാഴ്ചകൾ തുടരുമ്പോൾ ഈ ചെറിയ ഐസ്ക്രീം നിമിഷം യാത്രയെ കൂടുതൽ ആസ്വാദകരമാക്കി. പന്ത്രണ്ടരയായപ്പോൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടി ബോട്ട് കായലിൻ്റെ സൈഡിൽ നിർത്തി. ഞങ്ങൾ കഴിച്ചത് ചോറും കരിമീൻ ഫ്രൈയും ചെമ്മീൻ റോസ്റ്റുമാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഞങ്ങൾ കായലിൻ്റെ സൈഡിലിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ ആ സമയത്ത് ഷൂട്ട് ചെയ്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പം വിശ്രമിച്ച് വീണ്ടും യാത്ര തുടരുകയായിരുന്നു. ഭക്ഷണത്തിന് ശേഷം യാത്രയുടെ ശാന്തതയും കായലിൻ്റെ മൃദുവായ കാറ്റും ചേർന്നപ്പോൾ എനിക്ക് അല്പം ഉറക്കം തോന്നി. ബോട്ടിൻ്റെ സുഖകരമായ അന്തരീക്ഷം ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ റിലാക്സ് ചെയ്തിരുന്നു. അപ്പോഴാണ് യാത്ര കൂടുതൽ രസകരമാക്കാൻ സ്റ്റാഫ് അംഗങ്ങൾ സജീവമായി രംഗത്തെത്തിയത്. അവർ പാട്ടുകൾ പാടി ചെറിയ ഡാൻസ് പെർഫോമൻസ് നടത്തി യാത്രക്കാരെ മുഴുവൻ ഉണർത്തി. അവരുടെ ഈ സന്തോഷകരമായ പ്രകടനം ബോട്ടിലൊരു പുതിയ ഊർജം പകർന്നു. എല്ലാവരും ചേർന്ന് കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്ത് അന്തരീക്ഷം വളരെ ഉത്സവ മൂഡായി മാറി. അങ്ങനെ ഉറക്കത്തിൻ്റെ മടുപ്പ് മാറി വീണ്ടും യാത്ര കൂടുതൽ ആസ്വാദകരമായി മാറി. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഞാൻ അപ്പർ ഡെക്കിലേക്ക് കയറി. ഉച്ചഭക്ഷണത്തിന് ശേഷം കായലിൻ്റെ കാറ്റ് കൂടുതൽ സുഖകരമായി അനുഭവപ്പെട്ടു. വെള്ളത്തിൻ്റെ ശാന്തത, ഇരുവശങ്ങളിലുമുള്ള പച്ചപ്പാർന്ന ദൃശ്യങ്ങൾ, ദൂരെയായി കാണുന്ന ചെറിയ ബോട്ടുകൾ. പാതിരാമണലിലേക്കുള്ള യാത്രയുടെ ഈ ഭാഗം വളരെ ആസ്വാദകരമായിരുന്നു. ഓരോ നിമിഷവും പ്രകൃതിയുടെ സൗന്ദര്യം കൂടുതൽ അടുത്തറിയാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് വീണ്ടും അപ്പർ ഡെക്കിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. കായലിൻ്റെ നടുവിൽ അപ്പർ ഡെക്കിൽ നിന്ന് തണുത്ത കാറ്റ് തട്ടി നിൽക്കുമ്പോൾ ചൂട് ചായ കുടിക്കുന്നത് വളരെ സുഖകരമായ അനുഭവമായിരുന്നു. ചുറ്റുമുള്ള മനോഹരമായ ബാക്ക് വാട്ടർ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കുന്നത് യാത്രയെ കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നതാക്കി. ഇപ്പോൾ നമുക്ക് പാതിരാമണൽ ദ്വീപ് കാണാൻ സാധിക്കുന്നു. കായലിൻ്റെ നടുവിൽ പച്ചപ്പാർന്ന ഈ മനോഹര ദ്വീപ് ക്രമേണ നമുക്ക് അടുത്തു വരുന്നത് പോലെ തോന്നുന്നു. പക്ഷികളും മരങ്ങളാലും നിറഞ്ഞ ഈ ദ്വീപ് ആലപ്പുഴ ബാക്ക് വാട്ടറുകളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളത്തിനടിയിൽ ഉയർന്നു നിൽക്കുന്ന ഈ ദ്വീപിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. പാതിരാമണൽ ദ്വീപിൽ എത്തിയ ശേഷം ഞങ്ങൾ ബോട്ടിൽ നിന്നിറങ്ങി അകത്തേക്ക് നടക്കാൻ തുടങ്ങി. കായലിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദ്വീപ് വളരെ ശാന്തവും പ്രകൃതി സൗഹൃദവുമായ അന്തരീക്ഷമാണ്. ചുറ്റും പച്ചപ്പാർന്ന മരങ്ങളും കിളികളുടെ ശബ്ദവും ചേർന്ന് ഒരു അതിമനോഹരമായ പ്രകൃതി അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത്. പക്ഷികൾ ഇവിടെ കൂടുതലായി കാണപ്പെടുന്ന ഒരു സ്ഥലമായതിനാൽ പ്രകൃതി സ്നേഹികൾക്ക് ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു അനുഭവമാണ്. പാതിരാമണൽ ദ്വീപിനുള്ളിലേക്ക് കടക്കുമ്പോൾ കാണാൻ സാധിച്ചത് പ്ലാസ്റ്റിക് ഉപയോഗം നിരോധിച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള ബോർഡുകളാണ്. അതുപോലെ തന്നെ അട്രാക്റ്റീവായി തോന്നിയതാണ് ഈ കുടിൽ. മുള കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കുടിൽ. ഞങ്ങൾ അവിടെ കയറി ഫോട്ടോസൊക്കെ എടുത്തു. സഞ്ചാരികളെല്ലാം തന്നെ കൂടുതൽ പേരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റൊരു പ്രധാനമായ കാര്യമായിരുന്നു ഇവിടെ പ്രവേശനത്തിനായി ഞങ്ങൾക്ക് പ്രത്യേക ഫീസ് നൽകേണ്ടി വന്നില്ല. ഞങ്ങളുടെ ബോട്ട് ടിക്കറ്റിൽ തന്നെ പാതിരാമണൽ ദ്വീപ് സന്ദർശനം ഉൾപ്പെടുത്തിയിരുന്നതിനാൽ പ്രവേശനം തികച്ചും സൗജന്യമായിരുന്നു. മറ്റൊന്ന് ആകർഷകമായി തോന്നിയത് ചില ഭാഗങ്ങളിൽ വെള്ളത്തിനടിയിലൂടെ നടക്കുമ്പോൾ കാറ്റും തിരമാലകളുടെ ശബ്ദവും കൂടുതൽ മനസ്സിന് ആശ്വാസം നൽകുന്നു.
ദ്വീപിനുള്ളിൽ കുട്ടികൾക്കായി ഒരു ചെറിയ പ്ലേ ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചത് മുതിർന്നവർ കുട്ടികളെ പോലെ അവിടെ കളിക്കുന്നതാണ് കണ്ടത്. മാതാപിതാക്കൾക്ക് സമീപത്തിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ പ്രകൃതിയുടെ നടുവിൽ സന്തോഷത്തോടെ കളിക്കുന്നത് കാണാൻ കഴിയും. ബാക്ക് വാട്ടർ യാത്രയിൽ കുടുംബസമേതം വരുന്നവർക്ക് ഇത് ഒരു അധിക ആകർഷണമാണ്. ഇങ്ങനെ പാതിരാമണൽ ദ്വീപ് എല്ലാവർക്കും അനുയോജ്യമായ ഒരു ചെറിയ പ്രകൃതി വിനോദ കേന്ദ്രമായി മാറുന്നു. അതുപോലെ തന്നെ ദ്വീപിനുള്ളിൽ ചെറിയ ടീ ഷോപ്പുകൾ കാണാൻ സാധിക്കും. യാത്രക്കാർക്ക് ചായ, ചെറിയ സ്നാക്കുകൾ എന്നിവ വാങ്ങി വിശ്രമിക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. പാതിരാമണൽ ദ്വീപ് സന്ദർശനം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും ബോട്ടിലേക്ക് കയറി. കുറച്ച് സമയം ലോവർ ഡെക്കിൽ ചെലവഴിച്ചു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ സീറ്റിനിടയിലും ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പർ ഡെക്കിൽ കയറി കുറച്ച് സമയം കൂടി കായലിൻ്റെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ചു. യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴും ആലപ്പുഴയുടെ ബാക്ക് വാട്ടർ സൗന്ദര്യം മനസ്സിനെ നിറച്ചുകൊണ്ടിരുന്നു. തുടർന്ന് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിച്ച് യാത്രയെ കൂടുതൽ മനോഹരമായി അവസാനിപ്പിച്ചു. അവരുടെ സൗഹൃദപരമായ സമീപനം, മികച്ച സേവനവും ഈ യാത്രയെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കി. വൈകുന്നേരം കൃത്യം 5 മണിയോടെ ഞങ്ങളുടെ ഈ മനോഹരമായ യാത്ര അവസാനിച്ചു. ഒരു സന്തോഷകരമായ, മനസ്സിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അതിമനോഹരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായി ഈ ആലപ്പുഴ ബാക്ക് വാട്ടർ യാത്ര മാറി. ഈ യാത്ര അവസാനിക്കുമ്പോൾ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. സാധാരണ ഹൗസ് ബോട്ട് യാത്രകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചിലവിൽ ആലപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന മികച്ച ഒരു സംവിധാനമാണ് ഈ ഗവൺമെൻറ് ബോട്ട് സർവീസ്. യാത്രക്കാരുടെ സൗകര്യത്തിനായി AC സൗകര്യവും ടോയ്ലറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 100 യാത്രക്കാർക്ക് ഒരേ സമയം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ബോട്ടിൽ പരിചയസമ്പന്നരായ സ്റ്റാഫ് അംഗങ്ങൾ യാത്ര മുഴുവൻ മികച്ച സേവനം നൽകുന്നു. യാത്രക്കിടെ സുരക്ഷയ്ക്കും യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കും പ്രത്യേക ശ്രദ്ധ നൽകുന്നതും ശ്രദ്ധിക്കാനായി. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നീളുന്ന ഈ യാത്രയിൽ ആലപ്പുഴയുടെ മനോഹരമായ കായലുകൾ, ഗ്രാമീണ ജീവിത കാഴ്ചകൾ, ഹൗസ് ബോട്ടുകൾ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പ്രദേശങ്ങൾ, പാതിരാമണൽ ദ്വീപ് എന്നിവ കാണാൻ സാധിക്കുന്നു. യാത്രക്കിടെ ചായ, സ്നാക്കുകൾ, ഉച്ചഭക്ഷണത്തിലുള്ള ഇടവേളകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്റ്റാഫ് അംഗങ്ങളുടെ ഗാനങ്ങളും വിനോദ പരിപാടികളും യാത്രയെ കൂടുതൽ ആസ്വാദകരമാക്കുന്നു. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആലപ്പുഴ സന്ദർശിക്കുന്നവർക്ക് ഈ ഗവൺമെൻറ് ബോട്ട് സർവീസ് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു മികച്ച ഓപ്ഷനാണ്. കുറഞ്ഞ ചിലവിൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ ബാക്ക് വാട്ടറുകളുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ ഈ യാത്ര സഹായിക്കുന്നു. ഇങ്ങനെ സന്തോഷവും മനോഹരമായ ഓർമ്മകളും സമ്മാനിച്ച ഈ യാത്ര വൈകുന്നേരം 5 മണിയോടെ അവസാനിച്ചു. ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാവുന്ന ഒരു ദിവസമായി ഈ ആലപ്പുഴ ബാക്ക് വാട്ടർ യാത്ര മാറി. ഇത് ഒരു സാധാരണ ബോട്ട് യാത്ര മാത്രമായിരുന്നില്ല. പ്രകൃതിയെയും കേരളത്തിൻ്റെ ജലസംസ്കാരത്തെയും അടുത്തറിയാൻ കഴിഞ്ഞ ഒരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകളിലൊന്നായി ഈ ആലപ്പുഴ ബാക്ക് വാട്ടർ യാത്ര എന്നും മനസ്സിൽ നിലനിൽക്കും. വീഡിയോ മുഴുവൻ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു മനോഹര യാത്രയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.